ഹായ്. സുഹൃത്ത് ബന്ധങ്ങളും റിലേഷൻഷിപ്പും തിരഞ്ഞെടുക്കുമ്പോൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അതാവും നമ്മുടെ ജീവിത വിജയത്തിൻ്റെ രഹസ്യം. അത്തരത്തിൽ ചിലരെ നമുക്ക് നോക്കാം. 1. നമ്മെ സപ്പോർട്ട് ചെയ്യുന്നവർ. ഒരു കാര്യത്തിന് നമ്മൾ ഒരുങ്ങുമ്പോൾ നമുക്കതിനുള്ള ധൈര്യം തന്ന് ആവശ്യമായ ഉപദേശങ്ങളൊക്കെ തന്ന് കൂടെ നിൽക്കുന്നവർ. വേണമെങ്കിൽ 2 പൊട്ടിച്ച് ശാസിച്ച് ഒരു കൂടപ്പിറപ്പിനെ പോലെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മെ വിജയിപ്പിക്കുക എന്നത് അവരുടെ കൂടി ആവശ്യമായി കാണുന്നവർ. ഇത്തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പോ ലവ്ഷിപ്പോ എന്ത് കിട്ടിയാലും ഒരിക്കലും കൈവിട്ട് കളയരുത്. അടുത്തത്, നമ്മുടെ സമയം ആവശ്യമില്ലാതെ കളയാത്തവർ. ഒരു കാര്യവുമില്ലാതെ മറ്റൊരാളുടെ കുറ്റവും അവരുടെ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്ത് നിങ്ങളുടെ സമയത്തെ കൊല്ലുന്നവർ. നിങ്ങൾക്കൊരു ഉപകാരമില്ലാത്ത കാര്യങ്ങളിൽ ഏർപ്പെടുത്തിയിട്ട് സമയത്തിനോ ആരോഗ്യത്തിനോ വില തരാത്ത വെറും പാഴ് സുഹൃത്തുക്കൾ. ഇവരെ ലൈഫിൽ നിന്നും മാറ്റി നിർത്തിയേ മതിയാവും. അവരുടെ ലൈഫിനെ പോലെ തന്നെ നിങ്ങളുടെ ലൈഫിനെയും ഒരു ഉപകാരമായ അല്ലെങ്കിൽ കാര്യക്ഷമമായ രീതിയിൽ ഉപയോഗപ്പെടുത്താത്തവരെ മാറ്റി നിർത്താൻ പഠിക്കുക. ഇനി ലൈഫിൽ കൂടെ നിർത്തേണ്ട കൂട്ടർ ഇവരാണ്. അവർക്ക് ആരുമില്ലെങ്കിൽ അവനോട് മിണ്ടാം, ഇവളോട് മിണ്ടാം എന്നുള്ള രീതിയിൽ നിങ്ങളെ വെറും ഒരു സെക്കൻഡ് ഓപ്ഷനാക്കി മാറ്റാത്തവർ. എന്ത് കാര്യമാണെങ്കിലും അവിടെ ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾക്കായിരിക്കണം. നിങ്ങൾ കഴിഞ്ഞിട്ടേ അവർ മറ്റൊരാളെക്കുറിച്ച് ചിന്തിക്കൂ എന്ന രീതിയിലായിരിക്കണം. നിങ്ങൾ കൊടുക്കുന്ന സ്നേഹത്തിനും പരിഗണനയ്ക്കും തുല്യമായതോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ ആയ സമയവും സ്നേഹവും പരിഗണനയും നിങ്ങൾക്ക് തരുന്നവരാണവർ. ഇത്തരം ടീംസിനെ നിന്റെ കയ്യിൽ കിട്ടിയാൽ ഒരിക്കലും അവരെ വിട്ടുകളയരുത്. കാരണം അവർ അവരെക്കാൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇനി മറ്റൊരു കൂട്ടർ ഇവരാണ്. നിങ്ങളിൽ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ അതിനെ മറന്നു കളയാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ. എന്ന് വെച്ചാൽ ചിലരുണ്ട്, നമുക്കൊരു പ്രശ്നമുണ്ടായി നമ്മളത് മറക്കാൻ ശ്രമിക്കുമ്പോൾ മുറിവിൻ്റെ മുകളിലുള്ള പാട തോണ്ടി പൊളിക്കുന്നത് പോലെ നമ്മുടെ മനസ്സിൻ്റെ മുറിവിൽ തോണ്ടി തോണ്ടി വേദനിപ്പിച്ചു കൊണ്ടിരിക്കും. മറക്കാൻ ശ്രമിക്കും തോറും ഓർമ്മയിലേക്ക് അതിൻ്റെ അലയൊലികൾ എത്തിച്ചു കൊണ്ടേയിരിക്കും. ഇത്തരത്തിലുള്ളവരെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തി നിങ്ങളുടെ ദുശ്ശകുനം പിടിച്ച ഓർമ്മകളെ മായ്പിക്കാൻ വേണ്ടി നിങ്ങളുമായി ചില്ലടിക്കുന്നവർ, കറങ്ങാൻ പോകുന്നവരോ അല്ലെങ്കിൽ പുറത്തുപോയി ഒരു ചായയെങ്കിലും ഊതി കുടിക്കുന്നവരോ, അങ്ങനെയൊക്കെ പുതിയ പുതിയ കാര്യങ്ങളിൽ നിങ്ങളെ വ്യാപൃതരാക്കുന്നവർ, പഴയ ഏടുകൾ മടക്കിക്കെട്ടി തട്ടുംപുറത്തേക്ക് വലിച്ചെറിയാൻ സഹായിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർ, അവരെ ഒരിക്കലും വിട്ടുകളയരുത്. അതുപോലെ നമുക്കൊരു പ്രശ്നം വന്നാൽ എന്ത് വന്നാലും ഞാൻ നിൻ്റെ കൂടെയുണ്ടാകും, ഒപ്പത്തിനൊപ്പം ഉണ്ടാകും എന്ന് പറയുകയും കൂടെ നിൽക്കുകയും ചെയ്യുന്നവർ. ചിലർ വാക്കുകൊണ്ട് കൂടെ നിന്ന് ഒരു സപ്പോർട്ടും തരാത്തവരും ഉണ്ടാവും. ഇവരും മോശക്കാരല്ല. ആവശ്യമായ സമയത്ത് വേണ്ട ധൈര്യം തന്ന് കൂടെ നിൽക്കുന്നവരായിരിക്കും ഇവർ. ഏത് സമയത്തും നമുക്ക് ഇവരെ വിളിക്കാനോ സംസാരിക്കാനോ വേണമെങ്കിൽ ഒന്ന് പൊട്ടിക്കരയാനും ഒക്കെയുള്ള ഒരു കംഫർട്ട് സോൺ ആയിരിക്കും അവർ. മനസ്സിലുള്ളവർ എന്ത് കാര്യമാണെങ്കിലും ആനമണ്ടത്തരമാണെങ്കിലും ഇനി ഏത് ചെറിയ കാര്യങ്ങളാണെങ്കിലും നമുക്ക് തുറന്നു പറയാൻ കഴിയണം, ഒരു ലിമിറ്റില്ലാതെ. നമ്മൾ പറയുന്നത് കേട്ട് നമുക്ക് വിലയിരുത്താനോ മാർക്കിടാനോ ഗ്രേഡ് തിരിക്കാനോ അവർ ശ്രമിക്കില്ല. ഇത്തരം ആളുകൾക്ക് നമ്മുടെ മനസ്സിൻ്റെ താക്കോലും മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനുമാകാൻ കഴിയും. നമ്മുടെ രഹസ്യങ്ങൾ നമ്മിലെന്നോണം അവരിലും സുരക്ഷിതമായിരിക്കും. ഇത്തരം ആളുകളും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ലൈഫ് കളറാക്കാനും വിജയിക്കാനും മെച്ചപ്പെടുത്താനും സഹായകമായിരിക്കും. ബൈ മോട്ടിവേഷൻ മലയാളം.